സമൂഹ മാധ്യമത്തിൽ ഇടപെടേണ്ടതെങ്ങനെയെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ എല്ലാ ചട്ടങ്ങളും മറികടന്ന് ഒരു പോസ്റ്റ് ഇടുന്നു, അതിലൂടെ പണി വാങ്ങുന്നു. നടപടി വൈകിയെങ്കിലും കൃത്യമായ നടപടി വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും ആശ്വസിക്കാൻ പറ്റിയ നടപടി തന്നെയാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അതിൽ വൈകിപ്പോയി എന്നതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് സഹിതമാണ് സ്ക്രീൻഷോട്ടുകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് നിരവധി പേർ VSSC ഡയറക്ടർക്കടക്കം പരാതി നൽകുന്നത്. അങ്ങനെ പരാതി നൽകുമ്പോൾ അതിലൊരു അന്വേഷണം പോലും നടത്താൻ തുടക്കഘട്ടത്തിൽ തയ്യാറായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നതോടെയാണ് GR പ്രമോദിനെതിരെ നടപടിയെടുക്കണമെന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് GR പ്രമോദിനെ പലർക്കും ഭയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഇടപെടൽ നടത്തുവാനോ പലർക്കും ഭയമാണ് എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിയുന്നത്. കുറേ വർഷക്കാലമായി അദ്ദേഹം ഈ VSSCയിലെ ഉദ്യോഗസ്ഥനാണ്. അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ പ്രശാന്തിലേക്ക് വരെ ഇപ്പോൾ ഈ പരാതിക്കാരൻ രാജേന്ദ്ര പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജേന്ദ്ര പ്രസാദ്, കുറച്ച് വൈകി എങ്കിൽ പോലും കൃത്യമായ നടപടി ഉണ്ടായെന്ന ആശ്വാസമോ? തീർച്ചയായും ഇതിൽ ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് ജനം TVയോടാണ്. കാരണം ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വാർത്ത എത്തിച്ചതും അതിനെ ഈ ജനം TV എടുത്ത ഇനിഷ്യേറ്റീവിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടർ പ്രശാന്തിനെയും നമ്മൾ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഈ പരാതി കൊടുക്കാൻ തന്നെ കാരണം ജനം TVയിലെ വാർത്തയാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ആദ്യപടിയായി അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്ന ഓർഡർ ഇറക്കുകയും പിന്നെയും പ്രതിഷേധം കനത്തതോടുകൂടി ഇപ്പോൾ അതൊരു സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജേന്ദ്ര പ്രസാദ്, അതായത് പരാതി നൽകി, പക്ഷേ നടപടി ആദ്യം ഉണ്ടായില്ല, പിന്നെയും ഒന്ന് വാർത്തകളൊക്കെ നൽകി വീണ്ടും നിങ്ങൾ പിന്നാലെ നടന്നു. എത്ര മാത്രം പ്രയാസപ്പെട്ടു? അതായത് ഇങ്ങനെ ഒരു നടപടിയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായും. കാരണം ഞങ്ങൾ ആദ്യം ഈ പരാതി കൊടുത്ത ഉടനെ തന്നെ ഞങ്ങൾ VSSCയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ VSSC ഡയറക്ടർ, അതായത് 3-4 ദിവസം മുമ്പ് ഈ വാർത്ത തുടർച്ചയായി നടപടി ഉണ്ടാകുന്നില്ല VSSCയുടെ ഭാഗത്ത് നിന്നും എന്ന് ജനമടക്കം വാർത്ത കൊടുത്ത ഉടനെ തന്നെ ഞാൻ വളരെ പേഴ്സണലായിട്ട് സാറിനെ വിളിക്കുകയും VSSCയിലെ ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് ഞാൻ നേരിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പിന്തുടരേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അല്ലെങ്കിൽ സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് പോകുന്നതിന് അവർക്ക് ഹയർ അതോറിറ്റീസിന്റെ അപ്രൂവൽ വാങ്ങേണ്ടതായ ഒരു സമയമുണ്ട്. ആ സമയമാണ് എടുത്തത്. അല്ലാതെ ഈ ഒരു വിഷയത്തെയോ അദ്ദേഹം ചെയ്ത ഒരു നടപടിയോ VSSC പോലെയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥരും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ഒരു 3 ദിവസം മുമ്പ് ഡയറക്ടർ തന്നിരുന്നു. അപ്പൊ അതനുസരിച്ച് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ രാജേന്ദ്ര പ്രസാദ്. ഏതായാലും ISRO ജീവനക്കാരൻ GR പ്രമോദിന് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെ നടന്നതിൽ ജനം TVക്ക് അഭിമാനമുണ്ട്, ഒപ്പം പരാതിക്കാരൻ്റെ പിന്തുണയും